കഥകളാവോളം പറഞ്ഞു കേൾക്കാൻ ആരും കൊതിക്കും ചരിത്രമുണ്ടേ. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു. ആദിപരാശക്തിയും സംഹാരമൂർത്തിയുമായ ശിവജ്യോതിസും ഭൂമിയിൽ കുടികൊണ്ടിരുന്ന കൈലാസം കിഴക്കാകാശം തൊട്ടു നിൽക്കുന്നു. ശിലായുഗ കാലത്തിനു മുൻപ് ശിവലിംഗ സ്വരൂപത്തിൽ സമുദ്ര കൈലാസവും അർദ്ധനാരീശ്വര രൂപജ്യോതിസായി കുടികൊണ്ടിരുന്ന തെക്കൻ കൈലാസമെന്നറിഞ്ഞിരുന്ന പുരാതന പുണ്യഭൂമി. രാജവംശത്തിൻ നൈനാനായകൻ അർദ്ധനാരീശ്വര സമുദ്ര കൈലാസം കുമരിക്കണ്ഠം കുമരിക്കണ്ഠം പുരാതനാരുമാനൂർദേശം കുമരിക്കണ്ഠം സമുദ്ര കൈലാസദേശം. പതിച്ചു കടൽ വിഴുങ്ങിയ കുമരിക്കണ്ഠം പഴുപോയി നായകം മറഞ്ഞു പോയി നൈന നായക ചരിത്രം. മൺമറഞ്ഞുപോയ ആ വിശുദ്ധ ഭൂമിയാണ് ഇന്നത്തെ ശ്രീ നൈനാർ ദേവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അരുമാനൂർ ദേശം. നൈനാർ നായകം. നൈനാർ നാടാറുന്ന നായകം. നൈനാർ നാച്ചിയാർ വാണരുളുന്ന തെക്കൻ കൈലാസം. ഇത് വിശുദ്ധ ഭൂമിയായ തെക്കൻ കൈലാസമെന്ന അരുമാനൂരിന്റെ വിശുദ്ധ ചരിത്രം. ശിവപാദമുദ്രകൾ. വിസ്മയവും നിഗൂഢതയും നിറഞ്ഞ സൃഷ്ടിയുടെ രഹസ്യമറിഞ്ഞ ഗുരു. പരമകാരുണ്യവാനും പരമാനന്ദപൂർണനുമായ ഗുരു. ആ സദ്ഗുരുവിന്റെ
ദിവ്യപ്രഭ നിറഞ്ഞു നിൽക്കുന്ന ലോകം. അവതാരമൂർത്തികളുടെ പരമ്പരകളിലൂടെ, പാദമുദ്രകൾ പതിച്ച വഴികളിലൂടെ, ആധുനിക ലോകത്തിന്റെ ബോധതലത്തിൽ മറ്റാർക്കും പറഞ്ഞു വെക്കാൻ കഴിയാത്ത മാനവികതയുടെ ആത്മമന്ത്രം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന വേദസത്യത്തിന്റെ പ്രായോഗിക സത്വമായി ശ്രീനാരായണ ഗുരു. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനുള്ള അവതാരമായി വന്ന് മണ്ണിന്റെ മണവും മനസ്സിന്റെ ഗുണങ്ങളും മനുഷ്യരാശിയുടെ പൂർണ്ണതയ്ക്ക് മുൻപിൽ കെടാദീപമായി തെളിയിച്ചു വെച്ച ഗുരു ഈ ലോകത്തിന് വഴികാട്ടി. കൈലാസവും ദ്വാരകയും ജെറുസലേമും മക്കയും വിശുദ്ധിയുടെ പുണ്യസ്ഥാനങ്ങളായി നിലനിൽക്കുമ്പോൾ ആധുനിക ലോകത്തിന്റെ പുതിയ സംസ്കാരത്തിന്റെ വിശുദ്ധ ഭാവമായി തീർന്ന വിശുദ്ധ ഭൂമിയായി ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമായ കേരളത്തിലെ ചെമ്പഴന്തി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ പവിത്രത രേഖപ്പെടുത്തുവാൻ പോകുന്നത് ഗുരുദേവന്റെ വചനങ്ങൾ നിറഞ്ഞ ഭാരതമെന്ന വിശുദ്ധ ഭൂമിയിൽ നിന്നുമാണ്. രാമായണത്തിനും മഹാഭാരതത്തിനും ഭഗവത്ഗീതയ്ക്കും ബൈബിളിനും ഖുർആനും മുകളിൽ നിൽക്കുവാൻ ആത്മീയതയുടെ നവയുഗ സംസ്കാരത്തിന്റെ പുതിയ വിശുദ്ധ പ്രവാചകനായി നാരായണ ഗുരുവിന്റെ ആത്മീയോപദേശങ്ങൾ മാറുന്ന കാലം വിദൂരമല്ല. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വഴിമാറ്റി നടത്താൻ പര്യാപ്തമാണ് നാരായണ ഗുരുവിന്റെ ആത്മീയ ശാസ്ത്രങ്ങൾ. അതാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ കാട്ടിത്തന്നത്. നാരായണ ഗുരുവിന് മുൻപും നാരായണ ഗുരുവിന് ശേഷവും എന്ന് കാലത്തെ രേഖപ്പെടുത്തുവാൻ തക്ക കരുത്തുള്ളത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പ്രവചനങ്ങൾ. ഗുരുപ്രവാചകന്റെ ഉയിർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിരിക്കുന്നു. ഈ സത്യമറിയാതെ ലോകം ഇരുളിൽ ആഴ്ന്നു പോവുകയാണ്. യുദ്ധങ്ങൾ, കലാപങ്ങൾ, വർഗീയ കൊലവെറികൾ, മതചേരികൾ, രാഷ്ട്രീയ ചേരികൾ, ജാതി വിവേചനങ്ങൾ, മനുഷ്യനിൽ മനുഷ്യത്വമില്ലാതെ പരസ്പരം കൊന്നു തിന്നുന്ന നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങൾ, കർഷകാത്മഹത്യകൾ, അറവുശാലകളായി അധപ്പതിച്ച ആതുര സേവന കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ കച്ചവടങ്ങൾ, ഭരണ സംവിധാനവും നീതിപീഠവും അധർമ്മശാലകളായി, മാധ്യമ സംസ്കാരവും കലകളും മൂല്യമില്ലാതെയായി, മദ്യവും മയക്കുമരുന്നും നികുതി ആർജിക്കാനുള്ള മാർഗങ്ങളായി, പ്രകൃതി പോലും മനുഷ്യന്റെ മാറ്റം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇനി നാം എങ്ങോട്ടാണ്? മായം കലരാത്ത ഭക്ഷണങ്ങളില്ല. ക്യാൻസറും മറ്റു മാരക രോഗങ്ങളും മനുഷ്യരെ കൊന്നൊടുക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു കൂട്ടമായി
മനുഷ്യ സമൂഹം മാറിയിരിക്കുന്നു. പവിത്രമായ ജീവിതധർമ്മത്തെക്കുറിച്ച് പരസ്പരം മറന്നുപോയിരിക്കുന്നു. നാം ജീവച്ഛവങ്ങളായി ജീവിക്കുന്നു. ഞാൻ ആരാണ്? എന്റെ സ്വത്വം എന്താണ്? വിവേകപൂർണമല്ലാത്ത ജീവിതമാറ്റം കൊണ്ട് സ്വയം നശിക്കുന്നത് എന്തിനാണ്? വരാനിരിക്കുന്ന തലമുറയെ ശാപത്തിലാഴ്ത്തി ഞാൻ എന്ത് നേടാനാണ്? എനിക്ക് മാറിയേ മതിയാകും. ബോധപൂർവമായ ജീവിതമാറ്റം എനിക്കാവശ്യമാണ്. ഒരു ഗുരുവിനെ ഹൃദയത്തിൽ ജനിപ്പിക്കുക. ഗുരുവിന്റെ മാർഗം സ്വീകരിക്കുക. എന്നിൽ പ്രകാശിക്കുന്നത് ഈശ്വര ചൈതന്യമാണ്. ഗുരു കാട്ടിയ സത്യം തത്വമസി. അത് നീ തന്നെയാണ്. നീ തന്നെയാണ് മായയും മായാവിയും മായാ വിനോദനും. विषादे प्रमादे प्रवासे जले चानले पर्वते शत्रुमध्ये अरण्ये शरण्ये सदा मां प्रपाहि. ശ്രീ നയനാർ ദേവയോഗം അവതരിപ്പിക്കുന്നു പാദമുദ്രകൾ. ശ്രീ നായനാർ ദേവക്ഷേത്ര ചരിത്ര വഴികളിലൂടെ. ഇത് സമയത്തിന്റെ കാര്യമാണ്. കാലചക്രം വീണ്ടും കറങ്ങിക്കൊണ്ടിരുന്നു. വിസ്ഫോടനം സംഭവിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തിയുണ്ടായി. അർദ്ധനാരീശ്വര ചൈതന്യം സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ മൂർത്തീഭാവമായി പ്രാണനിൽ നിറഞ്ഞു പ്രകാശിച്ച് ജീവന്റെ ശ്വാസതാളമായി ഓംകാരം. ബോധതലത്തിലെ ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, പ്രവചനങ്ങൾ, പരിണാമങ്ങൾ, മൺമറഞ്ഞുപോയ നാഗരികതകൾ, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾ, ചരിത്രമായി മാറിയ കൽവിളക്കുകൾ, അതിർവരമ്പുകൾ, പൗരാണിക ദർശനങ്ങളുടെ പാദമുദ്രകൾ പതിഞ്ഞ ഈ മണ്ണ്. ഒന്നാം നൂറ്റാണ്ട് വരുമാനൂട്ടു കാലബരാസ് ഭരിച്ചിരുന്ന ദേശം. കാലബരാസ് രാജവം നിന്റെ മനുഷ്യരാശിയുടെ രക്തബന്ധങ്ങളുടെ ചരിത്രമറിഞ്ഞ ഈ മണ്ണ് ഗുരു നിയോഗമായി കാട്ടിത്തരുന്നു. ഗുരു എഴുതിവെച്ച നൈനാർ പതികങ്ങൾ. പതികമൊന്നു തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ജ്ഞാനോദയമേ ഞാതുരുവേ നാമാദിയല നർഖതിയെ യാനോ നീയോ യാതിപരം യാതായി വിടുമോ പേച്ചായേ തേനാർ തില്ലൈ ചീരടിയാർ തേടും നാടാമരുമാനൂർ കോനെ മാനേർ വിഴിഭാഗം കൊണ്ടായി നൈനാർ നായകമേ. എന്റെ ജ്ഞാനത്തിനുദയമായവനെ, ജ്ഞാനത്തിന്റെ മുഴുവൻ ശരീരമായവനെ, പേരോ രൂപമോ ഇല്ലാത്തവനെ, ധർമ്മമുള്ള മനുഷ്യരെ നയിക്കുന്നവനെ, ഈ ശരീരമാണോ പ്രാണനാണോ ആദ്യമുണ്ടായതെന്നത് ഗുപ്തമാക്കിയവനെ, ചിദംബര രഹസ്യമറിഞ്ഞവരായ നൈനാർ സിദ്ധന്മാർ കണ്ടെത്താൻ ശ്രമിച്ച അരുമാനൂർ. വിളിപാകം കൊണ്ടായി നൈനാർ നായകമേ. മാനേർ വിളിപാകം കൊണ്ടായി നൈനാർ നായകമേ.
മാനേ വിദൂയാദിപഴം. പൗരാണിക ഭാരതത്തിന്റെ മണ്ണടിഞ്ഞ നാഗരികതകൾ. അത് അതീവ ശക്തവും സമ്പന്നവും ശ്രേഷ്ഠവുമായിരുന്നു. കുമാരി കണ്ഠത്തിലെയും ആയി രാജവംശത്തിന്റെയും പ്രധാന രാജധാനിയുടെ ഭാഗമായിരുന്നു അരുമാനൂർ. ആത്മീയ ശക്തി കൊണ്ടും സമൃദ്ധമായ പ്രകൃതി കൊണ്ടും വിജ്ഞാന കലവറയായ കാന്തല്ലൂർ സർവകലാശാല കൊണ്ടും വേറുറച്ച ആയി രാജവംശം ശിവപാർവതി അവതാരമൂർത്തികളായ നൈനാർ നാച്ചിയാർ സങ്കല്പത്തിൽ ദക്ഷിണ കൈലാസമെന്നും സമുദ്ര കൈലാസമെന്നും പുകൾപെറ്റിരുന്ന നൈനാർ നായകം ആത്മീയ കേന്ദ്രമെന്നതിനപ്പുറം പൗരാണിക ഭാരത സംസ്കാരത്തിന്റെ അടയാളമായിരുന്നു നൈനാർ നായകം. അർദ്ധനാരീശ്വരന്റെ നായകമായിട്ടുള്ള ശക്തി കുടിയിരിക്കുന്ന രാജധാനിയായ സ്ഥലം എന്ന ഗുരുദേവന്റെ വരികൾ നാടിന്റെ മൺമറഞ്ഞു പോയ മാഹാത്മ്യം വെളിവാക്കിത്തരുന്നു. പതികം 2 ആൾവായി നീയൻ നാവിയൊടിയാക്കൈ പൊരുൾ മുമ്മുല മുതിരും തേൾവായിടയിറ്റി യാമറ്റേവേ കാവായി പെരിയോവേ നാൾ വാടാനം നരുനരേന നെരുക്കിൻ്റെതു പാരരുമാനൂർ നാൾ വാണിൻ്റാടാരായോ നാഥ നൈനാർ നായകമേ എന്നിങ്ങനെ പരാമർശിച്ചിരിക്കുന്ന വരികളിൽ ഗുരുവിന് അർദ്ധനാരീശ്വര സാക്ഷാത്കാരം ലഭിച്ച സാക്ഷ്യം രേഖപ്പെടുത്തുന്നു. രൂപിയായും അരൂപിയായും ഈ 2 ഭാവങ്ങൾ കലർന്നു നീ അരുമാനൂരിൽ വാണരുളുന്നു. സ്വർഗസമാനമായ സമുദ്രപ്രകൃതി ലയനത്തിന്റെ ഉദയാസ്തമയങ്ങൾ ദർശിച്ച് നൈനാർ നായകത്തിൽ അഭയം പ്രാപിച്ച് മോക്ഷപ്രാപ്തി നേടിയെത്തിയിരുന്ന പുരാതന കാശിയായി കുമരികണ്ഠം. ശിലായുഗ കാലത്ത് തന്നെ കടൽമാർഗവും കരമാർഗവും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പല ദേശങ്ങളിലെ തീർത്ഥാടകർ നൈനാർ നായകൻ തേടി വന്നിരുന്നതായും ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അരുമാനൂരിലെ ഗുരുവിന്റെ അവധൂതനായുള്ള കാലത്തെ തപസ്സിൽ രൂപിയായി ദർശനമുണ്ടായതിന്റെ സാക്ഷ്യം ഗുരുപതികങ്ങളിൽ നിഴലിച്ച് കാണാം. പരമമായ സത്യദർശനത്തിന് പുറപ്പെടുന്ന സന്യാസി സകല ദുഃഖങ്ങളും വെടിയുന്നു. അലഞ്ഞു തിരിഞ്ഞ് എല്ലാ ജീവിത ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയും ജ്ഞാനികളെയും സിദ്ധന്മാരെയും ദുരിതമനുഭവിക്കുന്ന ജീവിതങ്ങളും സമ്പന്നരായവരുടെ ജീവിതങ്ങളും ഗുരുക്കന്മാരിലൂടെയും അനുഭവത്തിലൂടെയും മനസ്സിലാക്കുന്നു. അനുഭവജ്ഞാനങ്ങളും പഠനങ്ങളും മനന തപസ്സിലൂടെയും ഇങ്ങനെ കഠിനമായ പഠന പരീക്ഷണങ്ങളിലൂടെ സഞ്ചരിച്ച് ഗുരു തത്വജ്ഞാനിയായിത്തീരുന്നു. ലോകത്തെ തന്നെ ആദ്യത്തെ തുറമുഖങ്ങളിലൊന്നായിരുന്നു നൈനാർ ആയി തുറമുഖം. അരുവാണ്ടൂർ തുറമുഖമെന്നും പറഞ്ഞിരുന്നു. അരുവാണ്ടൂർ തുറമുഖം കാലത്തിന്റെ മാറ്റത്തിൽ അരുമാനൂർ തുറയെന്നാവുകയും പിന്നെ കേരളപ്പിറവിക്ക് ശേഷം ഇന്നത്തെ വിളിപ്പേരിൽ അരുമാനൂർ എന്നാവുകയും ചെയ്തു. സംഘകാല കുമരികണ്ഠ ചരിത്ര രേഖകളിൽ ഇത് വ്യക്തമാകുന്നു. അരു എന്നാൽ സൂര്യ എന്നർത്ഥം. സൂര്യരത്ന വാണിരുന്ന ദേശം അരുവാണ്ടൂർ എന്നതിനെ സൂചിപ്പിക്കുന്നു. ഗുരുവിന്റെ അവധൂതകാലത്തെ സഞ്ചാരത്തിൽ നൈനാർ നായകത്തിന്റെ ആത്മാംശമായ ചിദംബര ശിഷ്യന്മാരിൽ നിന്നും നായകത്തിന്റെ ആത്മസത്ത മനസ്സിലാക്കി ഒടുവിൽ നിയോഗം പോലെ ശ്രീനാരായണ ഗുരു
ശ്രീ നൈനാർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നൈനാർ നായകത്തിൽ ശരണം പ്രാപിച്ച് തപസ്സിൽ മുഴുകി. സമുദ്ര കൈലാസനാഥനായ നൈനാർ ഈശ്വര തൃപാദങ്ങളിൽ അവതാരമൂർത്തി ഭാവത്തെ ജ്ഞാനബോധത്തിൽ അറിയുകയും നവയുഗ ധർമ്മ പുനഃസ്ഥാപകനായി ലോകത്തിന് അറിവിന്റെ പ്രകാശം ചൊരിഞ്ഞ് ഗുരുവായി തീരുകയും ചെയ്തു. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ. തേൾ കുത്തിനോവിക്കുന്ന ഈ സംസാരത്തിൽ കിടന്ന് ദുരിതമനുഭവിക്കുന്നവർക്ക് മോചനം നൽകുവാൻ ഗുരു ഉപദേശങ്ങൾ നൽകുന്നു. ഗുരു വരദാനമായി കേട്ട വരം പോലെ ഗുരുവിന് നൈനാർ ഈശ്വരന്റെ അനുഗ്രഹം സിദ്ധിയായി ലഭിച്ചു. ഗുരുവിന് ജ്ഞാനോദയം ഉണ്ടാവുകയും അർദ്ധനാരീശ്വര സ്വരൂപം കുടികൊള്ളുന്ന വിശിഷ്ടാവതാരമൂർത്തിയായി ഗുരു ജ്ഞാനദർശനങ്ങൾ നൽകുകയും ചെയ്തു. പതികം 3. ഉരുവായി അരുവൊരുവായി ഒൻറായി പലവായി ഉയിർക്കുയിരായി തിരളാരുളായി തേരുരുണിൻഡ്രടമായി നടുമാത്തിരൈ വടിവായി ഇരുളായി വെളിയായിക പരമായിണ്ടായി അരുമാനൂർ മരുവായി വരുവായേ നയ്യാൾവായി നാഥ നൈനാർ നായകമേ എന്ന് തുടങ്ങുന്ന 3-ാമത്തെ പതികത്തിൽ വരദാനം ലഭിച്ച ഗുരു തന്റെ ആത്മസ്വരൂപത്തിന്റെ സാക്ഷ്യം വിവരിച്ചിരിക്കുന്നു. രൂപത്തോടു കൂടിയവനായും ഒന്നായും പലതായും ജീവന്റെ ഉള്ളിലെ ജീവനായും എന്നതിലൂടെ പരകായ പ്രവേശനം ചെയ്ത അർദ്ധനാരീശ്വര പരമാത്മാവിന്റെ സാക്ഷാത്കാരം ഗുരു വെളിപ്പെടുത്തിയിരിക്കുന്നു. അറിവായും കൃപയായും സ്ഥലമായും ഇരുളായും വെളിവായും ഇഹമായും പരമായും ഇന്നായും അന്നായും നീ അരുമാനൂർ ദേശത്ത് മരുവിയാലും നാഥ. ശ്രീനാരായണ ഗുരു ആദി പരമ്പൊരുളായി കണ്ട ശ്രീ നൈനാർ ഈശ്വരൻ അരുമാനൂർ ദേശത്ത് വസിക്കുന്നത് ആദിയിൽ നിന്നുമാണെന്നതും പല പല ജന്മങ്ങളെടുത്ത് നശിക്കുന്നതിൽ നിന്നും എന്നെ കാത്തുകൊണ്ടും എന്നതിൽ നിന്നും മോക്ഷപ്രാപ്തിയുടെ അവസാന വാക്കായി നൈനാർ നായകം കുടികൊള്ളുന്നു എന്ന ചിദംബര രഹസ്യം വെളിപ്പെടുത്താതെ തന്നെ ഗുരു വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ എന്തിനു വേണ്ടിയാണോ നൈനാർ സിദ്ധന്മാർ അരുമാനൂർ നൈനാർ നായകം എന്ന പുണ്യഭൂമിയെ അന്വേഷിക്കുന്നതെന്നത് ചിദംബര രഹസ്യമറിഞ്ഞ സിദ്ധന്മാർ നൈനാർ സിദ്ധന്മാരാവുകയും പല ജന്മങ്ങളിലുള്ള കർമ്മബന്ധങ്ങളെക്കുറിച്ച് ഭാഗ്യത്തിൻ്റെയും രോഗമുക്തയുടെയും ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെയും പാതയിലൂടെ ചിന്തിച്ച് സഹജീവിക്ക് ദ്രോഹമുണ്ടാക്കാതെ ശുദ്ധമായ മനസ്സോടെ ജീവിക്കുന്നതിന് ഭൗതിക സുഖങ്ങളുടെ ആത്മഹേതുവിൽ ലയിച്ച് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തമായി മോക്ഷപ്രാപ്തി നേടി ലയിക്കുന്നതിനുള്ള രഹസ്യമാർഗം നൈനാർ നായകത്തിൽ ലയിക്കുക എന്നതാണ് എന്നറിയുന്ന നൈനാർ സിദ്ധന്മാർ അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടിയുടെ ആദിയിൽ നിന്ന് തന്നെ ഈ പുണ്യഭൂമി അന്വേഷിക്കുന്നത്. പതികം 4. വാനായി മലയായി വാടിയനും വാണാൽ വീണായി അഴിയുമുനൻ ഊനായി ഉയിരായി ഉടയോനായി ഒൻറായി മുൻറായി വാരായോ കാനായി അനലായി കനൈ കടലായി കാരായി വെളിയായി അരുമാനൂർ താനായി നിൽക്കും തർപ്പര മുൻതാൾ താ നൈനാർ നായകമേ. തപസ്സിൽ ജ്ഞാനചക്ഷുകം കൊണ്ട് നൈനാർ ഈശ്വരന്റെ ശക്തി സ്വരൂപത്തിന്റെ മഹത്വത്തെ ഉരുവിട്ട് സ്തുതിച്ച്
ഗുരു അഹങ്കാരത്തിൽ നിന്ന് മുക്തനായി അറിവിന്റെ പടികൾ കടക്കുവാനുള്ള സമർപ്പണങ്ങളായി പതികങ്ങൾ നൽകുന്നു. നൈനാർ നായകമേ, നൈനാർ ഈശ, കാടായും കടലായും തീയായും കാറ്റായും ആകാശമായും ഈ വരികളിൽ നൈനാർ ദേവന്റെ പൂർണ്ണ സ്വരൂപത്തെയും ക്ഷേത്രത്തിന്റെ ആദിമുതലുള്ള ചരിത്രപരമായ പ്രാധാന്യവും പ്രകീർത്തിച്ച് ചരിത്രരേഖ പോലെ വെളിവാക്കുന്ന അരുമാനൂരിന്റെ പുണ്യസ്ഥാന മഹത്വം സാക്ഷാൽ ശ്രീ നാരായണ ഗുരു തന്നെ എഴുതിയിരിക്കുന്നു എന്നതിൽ നിന്നും കലികാലത്തിൽ ഗുപ്തമായി മറഞ്ഞിരിക്കുന്ന പവിത്രതയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഗുരു ആഹ്വാനം ചെയ്തു. ഇങ്ങനെ ഗുരു തന്നെ നൈനാർ പതികത്തിന്റെ രഹസ്യം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഇടയാകും എന്നത് തന്നെയാണ് നൈനാർ പതികം സാക്ഷ്യപ്പെടുത്തുന്നത്. വിഷ്ണുവും ബ്രഹ്മാവും അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാതെ പോയ പ്രകാശരൂപി എന്ന് ഗുരു എഴുതിയിരിക്കുന്നു. ഞാൻ എന്നും നിന്റെ തീവ്ര ഭക്തിയുള്ള അടിമയാണ്. പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തി ഗുരു വെളിപ്പെടുത്തിയിരിക്കുന്നു. നൈനാർ പതികത്തിൽ ഗുരു എഴുതിയ ഈ 10 തേവാര പതികങ്ങൾ ചരിത്രത്തിലേക്കുള്ള വ്യക്തമായ പാദമുദ്രകൾ തന്നെയാണ്. ഗുരു സത്യത്തിൻ്റെ വഴികാട്ടി. അരുമയായ ഊര് അരുമാനൂർ എന്ന് പഴമൊഴി. വേറിട്ട ചരിത്ര വഴികൾ ചെന്ന് അവസാനിക്കുന്നത് വിചിത്രമായ പുതിയ ചരിത്രത്തിലേക്ക്. അരു എന്നാൽ അതിർത്തി എന്നും പറയപ്പെടുന്നു. കേരളപ്പിറവിക്ക് മുൻപ് തമിഴ് ഭാഷയും സംസ്കൃതവും മലയാളവും സംസാരിക്കുന്ന പ്രദേശമായിരുന്നു അരുമാനൂർ. ഈ കാലത്ത് തിരുവിതാംകൂറിന്റെ രാജഭരണ നിയന്ത്രണത്തിലായിരുന്നു അരുമാനൂർ ക്ഷേത്രം. ബ്രാഹ്മണർ പൂജാകർമ്മങ്ങൾ ചെയ്തു പോന്നു. രാജഭരണം ജനാധിപത്യത്തിലേക്ക് വഴിമാറുന്ന കാലത്തിനോട് ചേർന്ന് ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നതിന് അരുമാനൂരിലെ ജനങ്ങൾ ഒത്തുകൂടി. ജനാധിപത്യ രീതിയിൽ തന്നെ ക്ഷേത്ര ഭരണസമിതി രൂപീകരിക്കുകയും ശ്രീ നാരായണ ഗുരു ബാലാലയ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ജ്ഞാനോദയമേ ജ്ഞാതുരുമേ കാലങ്ങൾ കഴിഞ്ഞ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി. പൂർത്തിയാകുന്നതിന് മുൻപ് ശ്രീനാരായണ ഗുരു സമാധി പോകുകയും ചെയ്തു. ശ്രീനാരായണ ഗുരു മുൻകൂട്ടി അരുൾ ചെയ്തിരുന്നത് പോലെ ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ഭൈരവസ്വാമിയുടെ കാർമ്മികത്വത്തിൽ സർവമംഗളമായി നടത്തുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രഥമ ശിഷ്യന്മാരിൽ ദിവ്യശ്രീ നിശ്ചലദാ സ്വാമികൾ, യുഗപുരുഷനായ ശ്രീനാരായണ ഗുരു ദേവതമാരുടെ അതിനായകനായ മഹാദേവനെ അരിവുപ്പുറത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ പഞ്ചാക്ഷര മന്ത്രം ഉരുവിട്ടു നിന്നു ഈ ഗുരുദേവ ശിഷ്യൻ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ. ദേവമഹാത്മ്യം നാട്യഗാനം ത്രിലോകദിനായകം. പൗരാണികമായി സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ മൂർത്തീഭാവമായ നൈനാർ നായകത്തിന്റെ സുവർണ കാലഘട്ടം സംഘകാല ചരിത്രത്തിന് മുൻപുള്ളതാണ്. നെയ്യാർ നദിയുടെ ത്രിവേണി സംഗമതീരത്ത് പുരാതന ക്ഷേത്രമായിരുന്ന നൈനാർ നായകവും പ്രൗഢിയോടെ തലയെടുത്തിരുന്ന ആയി സാമ്രാജ്യവും. അരുമാനൂരിലെ ചരിത്രത്തിൽ ആയിത്തുറ എന്നത് ആയി തുറമുഖമാണ്. ആയി രാജവംശകാലത്ത് നൈനാർ നായകം
പ്രശസ്തമായ അർദ്ധനാരീശ്വര ക്ഷേത്രമായിരുന്നു. രാജവംശം നയനനായകമേ, മറഞ്ഞ ഭൂമിയുടെ തീരാത്ത കഥ. കുമരി കടലിന്റെ ചിറകുകാലത്തിന്റെ തീരാത്ത കഥ. നയനനായകമേ, തിരകൾ നിന്നെ തേടി കടലുകൾ, നശിച്ചൊരു സ്മരണകൾ. ആദ്യ രാജവംശം നയനനായകമേ. കഥയാകുമ്പോൾ നയനനായകമേ, സത്യത്തിന്റെ നീരൽ വെടിഞ്ഞൊരു ഭൂമിയുടെ ഗാഹം. സാഗര നഗരത്തിന്റെ കഥ, സാഗര സംഗീതം നിറയും പൊന്ന ദിവസങ്ങൾ. പോയ ജീവിതങ്ങൾ വിളിക്കും അതിഭാവുകമൊരു ശബ്ദം. ആദി രാജവംശം നയനനായകമേ. നയനനായകമേ, തിരികെ വരണം. നയനനായകമേ, നയനനായകമേ, കരയുന്ന കടലിൻ സംഗീതം. നെയ്യാറിന്റെ തീരത്ത് നയനാർ ക്ഷേത്രം മുതൽ ഇന്നത്തെ പൂവാറിൽ നിന്നും ഏതാനും കാതം കടലിലേക്ക് നീങ്ങി കപ്പൽ മാർഗം വാണിജ്യം നടത്തിയിരുന്ന ആയി തുറമുഖമുണ്ടായിരുന്നു. കടലിലേക്ക് തുറന്നിരിക്കുന്നു എന്നർത്ഥം വരുന്ന പ്രദേശം എന്ന വ്യാഖ്യാനത്തിലാണ് തുറ എന്ന പ്രയോഗം വന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് AD 48 സൂര്യരത്ന എന്ന ഇന്ത്യൻ വംശജയായ ആയി രാജവംശത്തിലെ രാജകുമാരി കൊറിയ എന്ന രാജ്യത്ത് കടൽമാർഗം എത്തിച്ചേർന്ന് കൊറിയയിലെ രാജാവായിരുന്ന കിമ്മിനെ വിവാഹം ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജകുമാരി സൂര്യരത്ന അവരുടെ പേര് ക്യൂൻ ഹിയോ ഹാങ് എന്ന് മാറ്റിയിരുന്നു. ഇന്ന് കൊറിയയിലെ ഇവരുടെ സ്മാരകത്തിൽ ഇക്കാര്യങ്ങൾ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചരിത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഇന്ത്യ ഗവൺമെന്റ് രാജകുമാരി സൂര്യരത്നയുടെ പേരിലും ക്യൂൻ ഹിയോ ഹാങ്ങിന്റെ പേരിലും ഒരേ ആളിന്റെ 2 പേരുകളിൽ സ്റ്റാമ്പുകൾ ഔദ്യോഗികമായി 2019 പുറത്തിറക്കിയിരുന്നു. ആദരസൂചകമായി UP-യിൽ സ്മാരകവും കൊറിയൻ ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പേർഷ്യൻ രാജ്യങ്ങളിലേക്ക് യുദ്ധത്തിനായി പരിശീലിപ്പിച്ച ആനകളെ കയറ്റി അയച്ചിരുന്നത് ആയി തുറമുഖം വഴിയാണ്. ആയി രാജവംശത്തിന്റെ ചിഹ്നവും ആനയായിരുന്നു. കരയിലെ സഞ്ചാരത്തിന് അവർ കാളകളെയും പോത്തുകളെയും കഴുതകളെയും ഉപയോഗിച്ചിരുന്നു. ആയി രാജാക്കന്മാരുടെ ഏറ്റവും വലിയ തുറമുഖ പട്ടണമായിരുന്ന അന്നത്തെ തീരദേശത്തെ പുണ്യപ്രദേശമായിരുന്നു ആയി രാജ്യത്തെ അരുമാനു. പ്രൗഢിയോടെ തലയുയർത്തി നിന്ന ആയി രാജവംശ സാമ്രാജ്യം സുനാമിയിലും ഭൂകമ്പത്തിലും തകർന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ മരിക്കുകയും ചെയ്തു. ശം 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 ശിവ പ്രണാമ ഗുരുത്വം മാർഗം സൂര്യം രക്തസ്മരണസ്ഥാനം സമുദ്രപതികം തീരം ശിവം കൈലാസം ജ്യോതിലിംഗം ഗം 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 ഗജാ കേസരി സ്ഥാനം നദി ചരിത്ര സ്മാരകം. ആ ഭീകരവിനാശം സംഭവിച്ചതിന് ശേഷം നിരവധി വർഷങ്ങൾക്ക് ശേഷം
ആയി രാജവംശം അഗസ്ത്യാർമല ആസ്ഥാനമാക്കി വീണ്ടും ശക്തി പ്രാപിക്കുകയും കാലങ്ങൾക്ക് ശേഷം വിഴിഞ്ഞം കേന്ദ്രമാക്കി പുതിയ തുറമുഖം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് തിരുവനന്തപുരം തലസ്ഥാനമാക്കി പത്മനാഭ ക്ഷേത്രവും കൊട്ടാരങ്ങളും നിർമ്മിച്ചു. കൈലാസം നായകം നാരായണ ഗുരു അരുളിയ ദേശം ചിദംബര സിദ്ധന്മാർ മോക്ഷം നേടി സമാധിയായ സമുദ്ര കൈലാസം ശ്രീ ഹനുമാനൂർ ദേവൻ വാഴും നയനനായകം ദക്ഷിണ കൈലാസം നയനാർനായകം നാരായണ ഗുരു അരുളിയ ദേശം ജ്ഞാനബോധോദയം ദർശനവരദാനം സാക്ഷ്യമായി പതികം എഴുതിയ ഗുരുദേവർ ആദിസ്വരൂപനാം നയനാനായകത്തിൻ ശിവപദമുദ്ര കാട്ടി നയനാരീർ അടിമയായി ഗുരു ജ്വലിച്ചു ചേർന്നു. കൈലാസം നയനാനായകം നാരായണ ഗുരു അരുളിയ ദേശം. വനമേഖലയായി മാറിയ നയനാർ നായകം അന്വേഷിച്ചെത്തിയ ഹിമാലയൻ സന്യാസിമാരും ബോധിധർമ്മന്മാരും ചിദംബര സിദ്ധന്മാരും തകർന്ന പുരാതന നയനാർ നായകത്തിൻ്റെ സ്ഥാനം ഇന്നത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിർണയിക്കുകയും അർദ്ധനാരീശ്വര ജ്യോതിർലിംഗത്തെ നെയ്യാറിൽ നിന്നും മുങ്ങിയെടുത്ത ശിലകൾ ഒന്നിനു മുകളിൽ ഒന്നായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അരുമാനൂരിൽ പരമ്പൊരുളായി ആദിരൂപ മഹാദേവ അരുമാനൂരിൽ പരമ്പൊരുളായി ആദിരൂപ മഹാദേവ നയനാരീശ്വം 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 നയനാരീശ്വം. ചിദംബര സിദ്ധന്മാരുടെ മേൽനോട്ടത്തിൽ പൂജാകാര്യങ്ങൾ നടന്നുവന്നു. ചിദംബര സിദ്ധരുടെ സമാധി പുനഃപ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു സംരക്ഷിക്കണം എന്നരുളിയതായി അരുമാനൂരിന്റെ ചരിത്രത്തിലുണ്ട്. ബുദ്ധരും ജൈനരും പാണ്ഡ്യരും ചോളരും ചേരരും എന്നിങ്ങനെ ഈ വിശുദ്ധ ഭൂമി പലരുടെയും വിജയത്തിനും വീഴ്ചയ്ക്കും സാക്ഷിയായി. കാലചക്രത്തിൽ പൂർണ്ണമായും മാഞ്ഞുപോയ ഈ രാജവംശം മാറി മാറി വന്ന പല രാജപരമ്പരകൾ സർവമംഗളകാരിയായ നയനാർ നായകം വരാൻ പോകുന്ന ലോകത്തിൽ പൗരാണിക ദർശനങ്ങളായും ജനസമുദ്രമായി തീരുന്ന പുണ്യതീർത്ഥാടന കേന്ദ്രമാവുകയും പുരാതന ക്ഷേത്ര മാതൃകയിൽ നയനാർ നായകം പുനർസ്ഥാപിതമാകും എന്ന ഉൾക്കാഴ്ചയിൽ തിളങ്ങി നിൽക്കുന്നു. നായനാരും നാച്ചിയാരും കിരാതവേഷത്തിൽ ഭക്താനുഗ്രഹത്തിനായി പുറപ്പെടുന്ന ഭാവത്തിൽ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അർജുനനെ പരീക്ഷിച്ച് തന്നെക്കാൾ ഒരു വില്ലാളി ഇല്ലെന്നുള്ള അഹങ്കാരം ശമിപ്പിച്ച് പാശുപതാസ്ത്രം നൽകുന്നതിന് പാർവതിയുടെ പ്രേരണപ്രകാരം ശിവനും ഭഗവതിയും കാട്ടാള വേഷം ധരിച്ച് പുറപ്പെടുന്ന ഭാവത്തിലാണ് ഇവിടെ നായനാർ നാച്ചിയാർമാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആധുനിക കാലഘട്ടത്തിലെ അരുമാനൂർ ശ്രീ നായനാർ ദേവക്ഷേത്രം സ്വതന്ത്ര ഭാരതത്തിലെ കേരളക്കരയുടെ ഭാഗമായി തമിഴ്നാടിന്റെ തുടിപ്പറിഞ്ഞ് പൗരാണികതയിൽ നഷ്ടപ്പെട്ട നാഗരികതയുടെ യാതൊരു പ്രൗഢിയുമില്ലാതെ അരുമാനൂർ ശ്രീ നയനാർ ക്ഷേത്രം വർഷം തോറും മുറതെറ്റാതെ നടന്നുവരുന്ന ഉത്സവങ്ങൾ, കലയും നൃത്തനൃത്യങ്ങളും കലാ സാംസ്കാരിക സമ്മേളനങ്ങളും നാടകങ്ങളും നാടൻ പാട്ടുകളും ആറാട്ടും വെടിക്കെട്ടും കൊട്ടും മാർപ്പുവിളികളുമായി തെളിഞ്ഞു നിൽക്കുന്ന നവയുഗ അരുമാനൂർ. ശ്രീനാരായണ ഗുരുവിന്റെ നയനാർ പതികത്തിലൂടെയും മൺമറഞ്ഞ ഗുരുകാരണവന്മാരുടെയും വായ്മൊഴികളായും ലിഖിതങ്ങളായും തെളിഞ്ഞു വന്ന
അരുമാനൂരിന്റെ ചരിത്രം. ജീവന തുല്യം നാടിനെ സ്നേഹിക്കുന്നവർ. അവരുടെ ശ്വാസത്തിൽ നയിനാർ പതികമുണ്ട്. അവരെ നയിക്കുവാൻ നയിനാർ ഗുരുവുണ്ട്. ആത്മമന്ത്രമായും നാടിന്റെ രക്ഷകനായും നയിനാർ ദേവനുണ്ട്. അരുമാനൂർ എന്നത് കേവലം ഒരു നാമമല്ല, മറിച്ച് ഓരോ അരുമാനൂർ നിവാസിയുടെയും ജീവിത വികാരത്തിന്റെ ആത്മാവിഷ്കാരമാണ്. മോക്ഷം കൊണ്ട് നയിനാർ പതികത്തിൽ ലയിക്കാൻ സിദ്ധി ലഭിച്ചവർ ഈ മണ്ണിൽ ലയിക്കുന്നു. നയിനാർ നായകത്തിന്റെ കാവൽ ഭടന്മാരായി അരുമാനൂർ ജനത 91ാമത് വാർഷിക മഹോത്സവത്തിൽ ഈ സൂര്യ സാമ്രാജ്യത്തിന്റെ കൊടി ഉയരുമ്പോൾ മൺമറഞ്ഞു പോയ അരുമാനൂരിലെ ഉത്സവ വാർഷിക ദിനങ്ങൾ നാടിനൊരിക്കലും മറക്കാൻ കഴിയാത്ത നയിനാർ സിദ്ധ പരമ്പരയിൽ നയിനാർ ഈശന്റെ ദാസന്മാരായി ജീവിച്ച മഹാത്മാക്കളുടെ ഓർമ്മചിത്രത്തിലേക്ക് ഒരു യാത്ര. അഭിമാന താരങ്ങളാ വെല്ലിഞ്ഞു നിന്നവരെ പാദമുദ്ര സത്യങ്ങളെ മനസ്സിലെ സ്നേഹം അരുമാനൂരിൻ പ്രണാമം പ്രണാമം ഗുരു പ്രണാമം പ്രണാമം ഭൂമികൾ പ്രണാമം 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 മാതാപിതാ പ്രണാമം പ്രണാമം പ്രണാമം. നയിനാർ പതികത്തിലൂടെ ശ്രീനാരായണ ഗുരുവിന്റെ മൺമറഞ്ഞ ചരിത്രമുള്ള ഈ പുണ്യഭൂമി ലോകത്തിന് തിരിച്ചു തന്നിരിക്കുന്നു. ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. ആയി രാജവംശകാലത്തെ ആയി തുറമുഖമായിരുന്ന അരുമാനൂർ ദേശം സിന്ധു നദീതട സംസ്കാരത്തേക്കാൾ പൈതൃകം കുടികൊള്ളുന്ന പുണ്യഭൂമിയാണ്. അരുമാനൂരിന്റെ ചരിത്രം സ്വർണലിപികളിൽ എഴുതിച്ചേർക്കുന്ന കാലം വിദൂരമല്ല. അരുമാനൂരിനെ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ച് മുട്ടയാറിന്റെ തീരത്ത് ആയി രാജവംശത്തിന്റെ പൈതൃക സ്മാരകം പണിത് മലയാളക്കരയുടെ സംസ്കാരം ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രീ നയിനാർ നായകവും നയിനാർ നായകൻ ശ്രീ നാരായണ ഗുരുവിനെ വിശ്വഗുരുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പാദമുദ്രകൾ ശ്രീ നായനാർ ദേവക്ഷേത്ര ചരിത്ര വഴികളിലൂടെ ശ്രീ PS ഷിനു കൺവീനറായി തയ്യാറാക്കിയ 75ാമത് വാർഷിക പ്ലാറ്റിനം ജൂബിലി സുവനീർ ചിരാഗ്, 84ാമത് വാർഷിക സ്മരണിക, വിൽപ്പത്രം എന്നീ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയത്. വിവരണം രാജൻ ആന്റണി. ശബ്ദലേഖനം ഡാനി ജെയിംസ്. സാക്ഷാത്കാരം ശ്രീ നയനാർ ദേവയോഗം. ഭക്തിനോടൊരർത്ഥവും എന്നപ്പോൾ പ്രാണനോട് ധർമ്മവും വിരിപ്പതും വിഷയാസക്തിയിൽ മായയായി വസിപ്പവർ തത്വത്തെ അറിയാത്തവരായി കാലം ത്യജിക്കുന്നു. ആരൂഢം മില്ലാ പാൾ ജന്മമായി മരിക്കുന്നു നീ ബലി. വിവേകമാം ബോധത്തിൽ വസിക്കുവാൻ ശുദ്ധിയാൽ രോഗമുക്തരായി സർവരും വാഴണം. ബുദ്ധിയും ശക്തിയും കർമ്മകാരണം കൊണ്ട് നിക്ഷേപ്രമാം ശരീരത്തിൽ പ്രാണനായീശ്വരൻ നീ തന്നെയാണ് ഈശ്വരൻ. തമസിയായി ചൈതന്യം തത്വമസി തത്വമസി. സത്യമായി ജ്ഞാനബോധോദയം
ഒന്നുപോലുമല്ല ദൈവമായ സത്യമേ. ജ്വലിക്കട്ടെ നിൻ ചൈതന്യം, നമിക്കട്ടെ നിന്നെ നീ, സ്നേഹസമത്വം നിറയട്ടെ. ജ്വലിക്കട്ടെ നിൻ ചൈതന്യം, നമിക്കട്ടെ നിന്നെ നീ, സ്നേഹസമത്വം നിറയട്ടെ.